ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിന്ധുവിൻ്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് അവസാനം പൂജാരിമാർ സ്വാമിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വാമിമാരോട് രണ്ടുപേരോടുമായിട്ട് കലക്ടർ ചോദിക്കുകയാണ്, സിന്ധുവിൻ്റെ കഴുത്തിൽ ഹരി അവളെ തട്ടിക്കൊണ്ട് വന്നിട്ട് 6 മണിക്ക് അവിടുന്ന് ഫെബ്രുവരി 2-ാം തീയതി താലി കെട്ടിയെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന്. ആ സമയത്ത് അതിലൊരു സ്വാമിക്ക് സംസാരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് മറ്റൊരു സ്വാമി തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ മാറി മാറി എല്ലാവരെയും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് കലക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, തനിച്ച് എന്നോട് സംസാരിക്കണമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും മുൻപിൽ വെച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്, സിന്ധുവിനെ ഡോക്ടർ ഹരി അവിടെ കൊണ്ടുവന്ന് താലി കെട്ടിയത് സത്യം തന്നെയാണ്, ഞങ്ങളതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹരി ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ അത്രയും പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സിന്ധുവിൻ്റെ കള്ളത്തരം പൊളിയുമെന്നൊരു ധാരണയിൽ സിന്ധു ആണെങ്കിലും തൻ്റെ കള്ളത്തരം പൊളിയപ്പെടാൻ പോവുകയാണെന്നുള്ളൊരു പേടി തന്നെയാണ് നിൽക്കുന്നത്. ഇനി എല്ലാവർക്കും മുന്നിൽ താനൊരു കള്ളിയായിട്ട് ജീവിക്കില്ലെന്നും മരിക്കുമെന്നൊക്കെ അവൾ ദൈവത്തിന് മുന്നിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയത്താണ് സ്വാമി ഇങ്ങനെ പറയുന്നത്. അവൾ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അവൾ അതിശയത്തോടു കൂടി ഈ സ്വാമിയെ നോക്കുകയാണ്. ഭൈരവിയാണെങ്കിൽ സ്നേഹത്തോടെ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അവൾ പറഞ്ഞതിൽ കള്ളയില്ല, അവൾ തന്നെയാണ് സത്യം എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നുള്ള ഒരു അർത്ഥത്തിൽ. ആ സമയത്ത് സ്നേഹയും രേഖയും ലക്ഷ്മിയും ഒക്കെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. എല്ലാറ്റിലും ഉപരി ഹരിയാണെങ്കിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. കാരണം അവൻ സ്വപ്നത്തെ പോലും കരുതാത്തൊരു കാര്യമാണ് സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം അവസാന പ്രതീക്ഷ എന്നോണം അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇനിയെങ്കിലും സത്യം പുറലോകം അറിയുന്നൊരു വിശ്വാസത്തിൽ. പക്ഷെ അവിടെയാണ് തന്റെ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞു പോയത്. സിന്ധു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയാണ്. പക്ഷേ ഹരി ആദ്യത്തെ ഷോക്ക് മാറിയപ്പോൾ ഞെട്ടി തരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നോ 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 മാഡം, നോ, സത്യമായിട്ടും സത്യമായിട്ടും ഇദ്ദേഹം കള്ളം പറയുകയാണ്, ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കരുത്. അമ്മ അമ്മ എന്താ അമ്മ ഇത്? പക്ഷെ ഹരിക്ക് ശരിക്കും ഷോക്കായിട്ടാണുള്ളത്. അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം തൻ്റെ മുൻപിൽ വെച്ചിട്ട് അവസാന ചാൻസ് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വെപ്രാളം അവനുണ്ടായിരുന്നു. അപ്പോൾ കലക്ടർ പറയുന്നുണ്ട്, കാം ഡൗൺ ഹരി, കാം ഡൗൺ. അപ്പോൾ കലക്ടർ തന്നെ ചോദിക്കുകയാണ്, സ്വാമി, ഹരി സിന്ധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് നിങ്ങളല്ലാതെ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല മാഡം, ഞങ്ങളല്ലാതെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇതെന്താ നിങ്ങൾ മാത്രം സംസാരിക്കുന്നത്? അദ്ദേഹം എന്താ ഒന്നും പറയാത്തത്? അപ്പോൾ അയാൾ പറയാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കില്ല. ഓ, അപ്പോൾ അയാൾ ആംഗ്യഭാഷയിലൂടെ പറയുന്നുണ്ട്, ഇദ്ദേഹം സിന്ധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഇത് സത്യമാണ്. അത് കണ്ടു നിൽക്കുന്ന ഹരി തകർന്ന് തരിപ്പണായിട്ടുണ്ടായിരുന്നു. കാരണം അവൻ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല. സിന്ധു ആണെങ്കിൽ നന്ദി സൂചകമായിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. മഹാലക്ഷ്മിയും സ്നേഹമൊക്കെ ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിനു മേലെ ഒന്നും വെക്കാനില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. രേഖ ഉൾപ്പെടെ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊരു ചാൻസിനെ കുറിച്ച് അവരൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സിന്ധു ആണെങ്കിൽ വല്ലാതെ കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവളുടെ മനസ്സിൽ ആ സമയത്ത് വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ്. അവൾ ആ 18 പടികളും കയറിയിട്ട് ആ സന്നിധാനത്തിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഈ 2 സ്വാമിമാരും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ അടുത്ത് പോയിട്ട് സിന്ധു സ്വയം പരിചയപ്പെടുത്തുവാണ്. അവളന്ന് അവരെ കാണാൻ പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും പ്രാർത്ഥനയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥനയിലായിരുന്നു. അവർക്ക് മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ ഇരുന്ന് കൈകൾ കൂപ്പിക്കൊണ്ടിരിക്കുകയാണ് സിന്ധു. അദ്ദേഹം കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിന്ധുവിനെയാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സിന്ധു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ദൈവത്തിന്റെ പ്രാർത്ഥനയൊക്കെ താഴെയല്ലേ, നീ എന്തിനാ ഇപ്പൊ ഞങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്? അകത്തുള്ള ദൈവം സംസാരിക്കില്ലല്ലോ, നിങ്ങളല്ലേ സംസാരിക്കുക, അതുകൊണ്ടാണ് നിങ്ങളെ അന്വേഷിച്ചു വന്നത്. അപ്പൊ അവര് പരസ്പരം നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? സ്വാമി, ഞാൻ പ്രണയിച്ച ഹരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് കള്ളാണ് പറഞ്ഞത്? അപ്പോൾ അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്വാമിമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആദ്യമായിട്ട് ഹരിയുടെ മുന്നിൽ പോയിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രണയിക്കുന്ന കാര്യം ഇനി എല്ലാവരോടും പറയാം. അതായത് കാർത്തികന്റെ ആലോചന വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ആ സമയത്ത് ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് നമ്മൾ പ്രണയിച്ചിട്ടില്ലല്ലോ, ഞാൻ നിന്നെ പ്രണയിച്ചിട്ടേ ഇല്ല, നീ എപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്. അത് കേട്ട സമയത്ത് സിന്ധു ഒന്ന് ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും കാലം അവൾ കരുതിയത് ഹരിയുടെ മനസ്സിൽ താനുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവൾ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, കാർത്തികേയനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല. എനിക്ക് കല്യാണം എന്ന് പറഞ്ഞതൊന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ ഹരിയോടൊപ്പം മാത്രമായിരിക്കും. അന്ന് അവൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാണ്. ഇതൊക്കെ സ്വാമിമാരോട് പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം കാർത്തികേയനൊത്തുള്ള കല്യാണ ദിവസം ഹരിയുടെ കാറിന്റെ ഡിക്കിയിൽ ചെന്ന് ഒളിച്ചതും പിന്നീട് പോലീസുകാരെ പിടിച്ച സമയത്ത് ഹരി തന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആരും അറിയാതെ താലി കെട്ടിയതാണെന്ന് പറഞ്ഞതും പിന്നീട് അവിടെ വെച്ചിട്ട് ഹരി ഓരോരോ തെളിവുകളായിട്ട് ചോദിച്ച സമയത്ത് ഓരോരോ തെളിവ് കാണിച്ചു കൊടുത്തതും അങ്ങനെ എല്ലാ സംഭവങ്ങളും സ്വാമിമാരോട് പറയാണ്. അവസാനം ദൈവത്തിന് മുന്നിൽ സത്യം ചെയ്ത് പറയാൻ പറഞ്ഞപ്പോൾ
അവള് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതൊന്നും കള്ളമല്ല, ഹരി എന്നെ പ്രണയിച്ചത് സത്യമാണ്, അദ്ദേഹം ആരും അറിയാതെ എന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയതും സത്യമാണ്, അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ദൈവത്തിന്റെ സാക്ഷി നിർത്തി പറഞ്ഞതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവള് സ്വാമിമാരോട് പറയുന്നുണ്ട്. ഞാൻ കുട്ടിക്കാലം തൊട്ട് ഹരിയെ പ്രണയിച്ചത് കാരണമാണ് ഞാൻ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത്. അത് കേട്ടപ്പോൾ സ്വാമിമാരാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് സിന്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പോൾ അവൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും വന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹരി എന്നെ ഇവിടെ വെച്ച് താലി കെട്ടിയതായിട്ട് പറയണം. സത്യം മാത്രം പറയുന്ന നിങ്ങളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിതല്ലാതെ മറ്റു വഴിയില്ല. വലിയ തെറ്റ് തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എനിക്ക് ഇത് വേറൊന്നും പറയാനാവില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടം പറയാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഡോക്ടർ ഹരിയാണ് എന്നെ താലി കെട്ടിയതെന്ന് എല്ലാവരോടും പറയണം. ഇനി നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കാൽക്കൽ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവളൊന്ന് പോയത്. അവൾ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കുകയാണ്. ആ ഒരു ഓർമ്മയിൽ തന്നെ അവൾ കുറ്റബോധത്തോടെയും സങ്കടത്തോടെയും കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹരി സിന്ധുവിനെ നോക്കുവാണ്. ഹരി ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ട് ഇതൊരിക്കലും ഉൾക്കൊള്ളാനാവുന്നില്ല. ആ സമയത്ത് സ്വാമികൾ അവനെ നോക്കിയിട്ട് പറയാണ്, ഡോക്ടർ സഹോദര, ഇനി ഒരു പ്രാവശ്യം കൂടി സിന്ധുവിൽ നിന്നും വിട്ടകന്നു പോകണമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽവി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് മാറ്റാനുള്ള ഒരു ശക്തിയും നമ്മൾക്കില്ല. അവര് ഹരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സിന്ധു വല്ലാത്ത സങ്കടത്തോടെയും സന്തോഷത്തോടെയും കുറ്റബോധത്തോടെയും അവരോടുള്ള നന്ദിയോടെയും ഒക്കെ പുഞ്ചിരിക്കുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മിക്കും സ്നേഹയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കലക്ടർ ചാടി എഴുന്നേറ്റിട്ട് രേഖയോട് ചോദിക്കുകയാണ്, ഇനി എന്താ രേഖ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ മാഡം, എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ അല്ല തെറ്റ് നടന്നത്, നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇവിടെ തന്നെയാണ് തെറ്റ് ചെയ്തത്. ഹരി ശരിക്കും സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കലക്ടറാണെങ്കിൽ ദേഷ്യത്തോടെയാണ് അവരോട് സംസാരിക്കുന്നത്. കലക്ടർ പറയുന്നുണ്ടായിരുന്നു, ഒരു നിരപരാധി അറസ്റ്റ് ചെയ്തതും പോരാഞ്ഞ് അവളെ അടിച്ച് അവശയാക്കിയിരിക്കുകയാണ്. രേഖയാണ് അവർ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ രേഖയാണെങ്കിൽ സ്വാമിമാരെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല മാഡം, ഇവർ രണ്ടുപേരും കള്ളം പറയുകയാണ്. മാഡം സമ്മതിക്കുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഞാൻ ചോദ്യം ചെയ്ത് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ചോദ്യം ചെയ്തതൊക്കെ മതി. ഇനി ഈ കേസിൽ നിങ്ങളുടെ സാമീപ്യം ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പവർ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. കലക്ടർ നല്ല ദേഷ്യത്തോടെയാണ് രേഖയോട് സംസാരിക്കുന്നത്. അതൊക്കെ കേട്ടപ്പോൾ സിന്ധു ആണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോഴേക്കും കലക്ടർ ദേഷ്യത്തോടെ രേഖയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തരാം. ഇതിനുള്ള ആക്ഷൻ ഞാൻ എടുക്കുന്നതാണ്. പിന്നീട് ഹരിയെ നോക്കിക്കൊണ്ട് പറയാണ്, മിസ്റ്റർ ഡോക്ടർ ഹരി, നിങ്ങൾ ഇത്രയും വേർഡായിട്ടാണ് പെരുമാറാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ സമയത്തൊക്കെ മഹാലക്ഷ്മിക്കും ഗിരീഷിനൊക്കെ സിന്ധുവിനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സിന്ധുവിനെ ആരും അറിയാതെ കൂട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയിട്ട് അവളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഇപ്പോൾ അവളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് മറുപടി പറയാനാവാതെ തല താഴ്ത്തി എന്ന പോലെ അപമാന ഭാരത്തോടെയാണ് ഹരി നിൽക്കുന്നത്. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ നിരപരാധിത്വം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ സിന്ധുവിനെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയതും പോരാഞ്ഞ് ഇപ്പൊ അവളോട് ഇങ്ങനെ പെരുമാറുന്നത് വളരെ മോശമാണ്. നിങ്ങൾ നശിപ്പിച്ചത് സിന്ധുവിന്റെ ജീവിതമാണ്. ആരും അറിയാതെ അവളെ കൊണ്ടുപോയി താലി കെട്ടിയിട്ട് ഇപ്പോ നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. അവളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത തെറ്റ് പോലും അവൾ ക്ഷമിച്ചു തന്നത്. അതുമാത്രമല്ല, ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സിന്ധുവിനോട് കടപ്പെട്ടവളായിരിക്കണം. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഹരിയെ നോക്കിക്കൊണ്ട് കളക്ടർ പറയുന്നുണ്ട്, ഇനിയൊരു തവണ കൂടി നിങ്ങൾ സിന്ധുവിനെതിരെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡയറക്റ്റ് നിങ്ങളെ മെഡിക്കൽ കൗൺസിലിൽ നിന്നും പുറത്താക്കും. അത് കേട്ടപ്പോൾ ഹരി ഞെട്ടിയിട്ട് കളക്ടറെ നോക്കുവാണ്. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങൾ സിന്ധുവിനോട് സത്യസന്ധനായിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡയറക്റ്റ് കേസെടുക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. നിങ്ങൾ സസ്പെൻഷൻ ഉണ്ടായ സമയത്ത് നിങ്ങളെ തിരിച്ച് ഡോക്ടർ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി സിന്ധു എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ സ്റ്റുപ്പിഡായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല. സിന്ധുവിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് ഞാൻ തന്നെ പിൻവലിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം രേഖയോട് പറയാണ്, സിന്ധുവിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളും എസ് നാളെ എന്നെ വന്ന് കാണണമെന്ന്. ശരിയെന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം സിന്ധുവിൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറയാണ്, സിന്ധു, ഇനിയും ഇവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പരാതി പറഞ്ഞാൽ മതി.
അത് കേട്ടപ്പോൾ സിന്ധുവും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുവാണ്. സിന്ധു കൈകൂപ്പിക്കൊണ്ട് കളക്ടർക്ക് നന്ദി പറയാണ്. അവരവിടെ നിന്നും പോകുന്നുണ്ട്, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് രേഖയാണെങ്കിൽ പകയോടുകൂടി സിന്ധുവിനെ നോക്കുന്നുണ്ട്. സിന്ധു ആണെങ്കിൽ ഒരു തെറ്റും അവൾ ചെയ്യാത്തതുപോലെ തന്നെ പൊട്ടി പൊട്ടി കരയാണ്. സിന്ധുവിനെ അവളുടെ അമ്മ വന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് തോളത്തേക്ക് ചാരി കിടത്തുവാണ്. അവൾ ആകെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. രേഖയാണെങ്കിൽ സിന്ധുവിനെ പകയോടെ നോക്കിക്കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി പോവാണ്. ശരിക്കും തകർന്നു പോയത് ഹരിയായിരുന്നു. സ്നേഹയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഡാഡി ഇനി എത്ര നാൾ ഈ സിന്ധു എല്ലാവരെയും പറ്റിക്കുന്നു, നമുക്ക് നോക്കാം, വാ പോവാം എന്ന് പറഞ്ഞിട്ട് അവൾ ഡാഡിയെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ദമയന്തി വന്നിട്ട് സിന്ധുവിന്റെ മുന്നിൽ നിന്ന് കുറ്റബോധത്തോടു കൂടി അവളെ തോളിലേക്ക് ചായച്ചു കിടത്തുവാണ്. സിന്ധു അവരുടെ ദേഹത്തേക്ക് കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. സിന്ധു ആകെ കുഴഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ട് ദമയന്തിയോട് പറയാണ്, എൻ്റെ മകളുടെ ദേഹത്ത് ഒരു പൊടി പോലും വീഴാത്ത രീതിയിൽ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എൻ്റെ മകളെ വളർത്തിയത്. അങ്ങനെയുള്ള എൻ്റെ മകളാണ് എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പരിപ്പാക്കിയിരിക്കുന്നത്. സിന്ധു എങ്ങനെയൊക്കെയോ അവിടെയുള്ള കസേരയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ദമയന്തി ചെറുതായൊരു ദേഷ്യത്തോടെ ഹരിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഹരിയാണെങ്കിൽ ആ ലോകത്തൊന്നും അല്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അവനാണ് ശരിക്കും തോറ്റുപോയത്. അവനവിടെ അവരെ നോക്കാതെ നിൽക്കുകയാണ് തല താഴ്ത്തിയിട്ട്. അപ്പോൾ ദമയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹരി നിനക്കിപ്പോ സന്തോഷമായോ? നീ നോക്ക് സിന്ധുവിനെ എങ്ങനെയാണ് അവർ അടിച്ചിരിക്കുന്നത്. അവൻ അതിനൊന്നും മറുപടി പറയാതെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക് ഹരി, നീ അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റിനി മറക്കാൻ വേണ്ടി ഇനി ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കരുത്. അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല, അവരുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. നീ ചെയ്ത തെറ്റ് സിന്ധുവും മാപ്പ് തന്നു, ഞാനും മാപ്പ് തന്നു. ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നീയും സിന്ധുവും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയും ഒരു പ്രാവശ്യം കൂടി സത്യം തെളിയിക്കണമെന്ന് കരുതിയിട്ട് സിന്ധുവിനെ ഇതുപോലെ ദ്രോഹിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ടാ തീർച്ചയായിട്ടും ഞാൻ നിന്നോട് പറയാണ്, പിന്നീട് നീ ദമയന്തിയെ ജീവനോടെ കാണില്ല. അത് കേട്ടപ്പോൾ ഹരി അവരുടെ മുഖത്തേക്ക് നോക്കുവാണ്. താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇത്രയധികം പഴികൾ താൻ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഹരിയെ ചെറുതായിട്ടൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. അതിനുശേഷം ദമയന്തി നേരെ പോയിട്ട് സിന്ധുവിനെ അവർക്കൊപ്പം പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ആ സമയത്ത് സിന്ധു ആണെങ്കിൽ ഹരിയെ തന്നെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ഹരിയാണെങ്കിലും അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ ഉള്ളിൽ കുറ്റബോധമാണെങ്കിൽ ഒരാളുടെ ഉള്ളിൽ വല്ലാത്ത പകയും ദേഷ്യമാണ് തോന്നുന്നത്. മഹാലക്ഷ്മിയും ഗിരീഷും ഒഴികെ ബാക്കി എല്ലാവരും സിന്ധുവിനും ദമയന്തിക്കൊപ്പം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ മുറിയിൽ നിന്ന് പോയി താനും അമ്മയും മാത്രമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഹരി അവിടെ ഇരുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയുവാണ്. കാരണം അവന്റെ അത്രയും നേരമുള്ള സങ്കടങ്ങൾ മുഴുവൻ അവൻ കരഞ്ഞു തീർക്കുകയായിരുന്നു. അവനൊപ്പം തന്നെ മഹാലക്ഷ്മിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ എന്ന വണ്ണം ഹരി പൊട്ടിക്കരയാണെങ്കിൽ അവനൊപ്പം ചേർന്നിരുന്നു കൊണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ ദൈവമേ, ഇനിയും ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ എന്നെ ജീവനോടെ വെച്ചേക്കുന്നത്? ഒരു കുറ്റവാളിയെ പോലെ എല്ലാവരും എൻ്റെ മോനെ ഓരോന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതൊക്കെ നിനക്ക് തന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോ ദൈവമേ? അവർ തലതല്ലി കരയായിരുന്നു. അതുപോലെ തന്നെ ഹരിയാണെങ്കിലും പൊട്ടി കരയുന്നുണ്ട്. അവരെ രണ്ടുപേരെയും ആശ്വസിപ്പിക്കുകയാണ് ഗിരീഷ്. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയാണ്, ആ ദമയന്തി വേണമെന്ന് കരുതി തന്നെയാണ് മോനെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഹരി സങ്കടത്തോടെ പറയുന്നുണ്ട്, ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് നേരം വെളുത്തപ്പോ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സത്യരാജ്, സിന്ധുവിന്റെയും ഭൈരവിയുടെയും അച്ഛൻ. അവർ വരുന്ന സമയത്താണെങ്കിൽ ആകെ ശോകമുഖരായിട്ട് ഇരിക്കുകയാണ് മഹിയും ദമയന്തിയും ഗായത്രിയും ചേർന്നിട്ട്. അങ്ങോട്ടേക്കാണ് സത്യരാജ് വന്നത്. എല്ലാവരുടെയും മുഖത്തൊരു മ്ലാനത ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം വന്നത് കണ്ടപ്പോൾ തന്നെ അവര് ദമയന്തി ചോദിക്കുന്നുണ്ട്, ശാരദ വന്നിട്ടില്ലേ? ഇല്ല, ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്. എങ്കിൽ സിന്ധുവിനെയും ഭൈരവിയെയും വിളിക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ഹരിയെ കാണാനാണ് വന്നിരിക്കുന്നത്, അവനോട് സംസാരിക്കാനാണെന്ന് പറയുന്നു. അപ്പോൾ ദമയന്തി ഗായത്രിയോട് ഹരിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. അപ്പോൾ ഗായത്രിയോട് അങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനാണ് പറയുന്നത്. ഹരിയുടെ അടുത്തേക്ക് ഗായത്രി സത്യരാജിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഹരി മുകളിലാണ് ഉണ്ടായിരുന്നത്. അവനാണെങ്കിലും മറ്റൊരു ലോകത്തെന്ന പോലെയാണ് നിൽക്കുന്നത്. കാരണം തന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സത്യരാജ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ്. ഗായത്രി പോയതിനു ശേഷമാണ് സത്യരാജ് സംസാരിക്കാൻ തുടങ്ങുന്നത്. മോനെ ഹരി, ഞാൻ എൻ്റെ മകൾ സിന്ധുവിനോട് ഇതുവരെ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ വിരല് പോലും ശക്തിയായിട്ട് എൻ്റെ മകളുടെ ദേഹത്ത് കൊണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ എൻ്റെ മകളെ അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു അവസ്ഥ വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ മകളെയാണ് കുറ്റവാളിയെ പോലെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ അടിച്ച് പരുവമാക്കിയത്. അയാൾ കരഞ്ഞുകൊണ്ടാണ് പിന്നീട് സംസാരിക്കുന്നത്. അതിന് മാത്രം എന്ത് തെറ്റാണ് മോനെ എൻ്റെ മകൾ ചെയ്തത്? ഹരിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവൻ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകൾക്ക് എന്തിനാ മോനെ ഇത്രയും വലിയൊരു ശിക്ഷ കൊടുത്തത്? നീയല്ലേ മോനെ എൻ്റെ മോളെ ആരും അറിയാതെ തട്ടിക്കൊണ്ടുപോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയത്? പിന്നെ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടു നിൽക്കാൻ ഈ വയസ്സിന് ശക്തിയില്ല മോനെ. എൻ്റെ മോളെ കാണാനുള്ള ശക്തി എനിക്കില്ല. ആരോടും ഒന്നും പറയാതെ വിഷം കഴിച്ച് മരിച്ചാലോ എന്നാണ് ഞാൻ കരുതുന്നത്. അത് കേട്ടപ്പോൾ ഹരി കുറ്റബോധത്തോടെയും സങ്കടത്തോടെയും നിൽക്കുകയാണ്. ഒരച്ഛൻ്റെ മനോവേദനയാണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, നീ സിന്ധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഇനി മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കില്ലെന്നും നിന്റെ ഭാര്യയായിട്ട് മാത്രമേ ജീവിക്കുള്ളൂ എന്നും അവൾ വാശി പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെയുള്ള എൻ്റെ മോളെ മോൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരി തന്നെയാണോ? മോൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റേഷനിൽ ഇത്രയധികം അടികിട്ടിയിട്ടും അവൾ ഇപ്പോഴും പറയുന്നത് മോൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് മോൻ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ തോന്നുന്നത്? അതിനേക്കാളൊക്കെ ഏറെ എൻ്റെ
എൻ്റെ മകൾ മോൻ്റെ മേൽ അത്രത്തോളം സ്നേഹം വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന എൻ്റെ മോളെ എങ്ങനെയാ മോനെ ഇങ്ങനെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി അടിച്ചിടാൻ മോന് തോന്നിയത്? ഇതൊക്കെ മോന് തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തന്നെ ശിക്ഷിക്കുന്നത് പ്രസവിച്ച അമ്മ സ്വന്തം മക്കളെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരു വാക്ക് പോലും തിരിച്ച് ശബ്ദിക്കാതെയാണ് ഹരി അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടു നിൽക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് തൻ്റെ മകൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ എൻ്റെ മോളെ ശിക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മോൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ മോളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം അവൾക്ക് മോൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. പക്ഷേ ജീവിക്കുകയാണെങ്കിൽ അത് മോൻ്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറയുന്നവളെ ഞാൻ എങ്ങനെയാ മോനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക? ഹരിക്ക് അദ്ദേഹത്തിനോട് പറയാൻ മറുപടി ഇല്ലായിരുന്നു. അവൻ്റെ നിസ്സഹായാവസ്ഥ അവൻ ആരെയും ബോധിപ്പിക്കാനും സാധിക്കുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകൾ അത്രയും സത്യസന്ധയാണ്. അപ്പോൾ പിന്നെ താൻ എന്ത് പറഞ്ഞാലാണ് ഇനി അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാനാവുക? അല്ലെങ്കിൽ തന്നെ താൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, മോൻ സ്നേഹയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. മോൻ പറയുന്നത് പോലെ ശരി തന്നെയാണ്. സിന്ധു പഠിക്കാത്തവളാണ്, പക്ഷേ അവൾക്ക് സ്നേഹിക്കാൻ അറിയാം മോനെ. ദയവ് ചെയ്ത് അവളെ നീ സ്വീകരിക്കണം. ഇനി എൻ്റെ മോള് കഷ്ടപ്പെടുന്നു എന്ന് ഞാൻ അറിയാൻ പാടില്ല മോനെ. അങ്ങനെ ഇനി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ സത്യരാജ് ജീവനോടെ ഉണ്ടാവില്ല. അത് ഹരിയെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരു ഡോക്ടറായ ഹരിയെ സംബന്ധിച്ചിടത്തോളം താൻ കാരണം ഒരു ജീവിതം നശിക്കാൻ പാടില്ല എന്ന് അവൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം വീണ്ടും അവനോട് സത്യം ചെയ്തു തരാൻ വേണ്ടി പറയാണ്, എൻ്റെ മകളെ ഇനി ജീവിതത്തിൽ നീ കഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവന് നേരെ കൈനീട്ടുവാണ് സത്യത്തിന് വേണ്ടിയിട്ട്. ഹരിയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തോടു കൂടി അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. സത്യം ചെയ്തതാ മോനെ, ഞാൻ മോനോട് കേണുതാണ് അപേക്ഷിക്കുകയാണ്. പക്ഷെ ഹരി ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവസാനം അദ്ദേഹം ഹരിയുടെ കാൽക്കൽ വീണിട്ട് കരഞ്ഞോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ എനിക്ക് കഷ്ടപ്പെടുത്തരുതെന്ന്. അപ്പോഴേക്കും ഹരിയാണെങ്കിൽ താഴ്ന്നു പോയിട്ട് അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. മാമ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യല്ല മാമ, എഴുന്നേക്ക് മാമ എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല ഞാൻ എഴുന്നേക്കില്ല. ഇനി എൻ്റെ മോളെ മോൻ കഷ്ടപ്പെടുത്തില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരണം, എങ്കിൽ മാത്രമേ ഞാൻ എഴുന്നേക്കുള്ളൂ. ഹരി എത്ര തന്നെ പറഞ്ഞിട്ടും അദ്ദേഹം അവൻ്റെ കാൽക്കൽ നിന്ന് എഴുന്നേക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഹരി ഒരുപാട് തവണ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മോൻ എനിക്ക് സത്യം ചെയ്തു തരാതെ ഞാൻ എഴുന്നേക്കില്ല. അങ്ങനെയല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വിഷം കുടിച്ച് ചാവും. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. സ്വന്തം മകളെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ തല്ലുകൊണ്ട അവസ്ഥയിൽ ഏതൊരു അച്ഛനെ കണ്ടു നിൽക്കാനാവുക? അതൊക്കെ അദ്ദേഹം പറയുന്നത് ശരി തന്നെയാണെന്ന് ഹരിക്കും അറിയായിരുന്നു. ദയവ് ചെയ്ത് എനിക്ക് വാക്കുതാ മോനെ, മോൻ കാരണം ഇനി എൻ്റെ മോൾക്ക് ഒരു സങ്കടവും വരില്ല എന്ന്. അവസാനം ഗത്യന്തരമില്ലാതെ ഹരി വാക്ക് കൊടുക്കുവാണ്. മാമ, ഞാൻ കാരണം ഇനി നിങ്ങളുടെ മകൾക്ക് ജീവിതത്തിൽ ഒരു വേദനയും വരില്ല. നിങ്ങൾ ആദ്യം എൻ്റെ കാൽക്കൽ നിന്നൊന്ന് എഴുന്നേൽക്കും മാമ എന്ന് അവൻ കെഞ്ചാണ്. അവസാനം അദ്ദേഹം അവൻ്റെ കാൽക്കൽ നിന്ന് എഴുന്നേറ്റിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, എനിക്കിത് മതി മോനെ, എനിക്കിത് മതി. അതിനുശേഷം അദ്ദേഹം കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് പറയാണ്, ഇപ്പം എനിക്ക് സമാധാനമായി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മോനെ, ഇനി ഒരു പ്രാവശ്യം കൂടി മോൻ കാരണം എൻ്റെ മകൾ വേദനിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കും മോനെ. അത് കേട്ടപ്പോൾ ഹരി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.